ലക്ഷക്കണക്കിന് മുട്ടകളാണ് അല്ലേ? എനിക്ക് ലക്ഷക്കണക്കിനാണ്. ഇതുണ്ട്, ഈ ഓരോ തരിക്കകത്ത് ഓരോരോ മീനുണ്ടാകണ്ട. അമ്പൂതാണ്. നമ്മൾ മീൻ മുട്ട ഉണ്ടാക്കി തുടങ്ങിയിട്ട് അവസാനം ഉപ്പുമാവായ പോലെ. ഇത് അടിപൊളി മണമാണ്, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ടത്തോരനാട്ടോ. അപ്പം നമ്മളൊരു വലിയൊരു കേരയുടെ ഒരു വലിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മുട്ട. ചെറിയ മുട്ടയൊന്നുമല്ല, വലിയ മീനിൻ്റെ വലിയ മുട്ടയാണ്. അത് മുറിച്ചെടുത്തേക്കുന്ന മുട്ടയാണ് ഇത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നല്ല കിടിലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കഴുകിയെടുത്ത മുട്ടയുടെ ഒരു പീസ്. നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. ഇത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം കഴുകി കേട്ടോ. കഴുകുമ്പോൾ ഈ മുട്ട കുറേയൊക്കെ പോകും. ഇനി നമുക്കിത് ഒന്ന് കീറി ഇതിൻ്റെ പാടയൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. കേട്ടോ, ലക്ഷക്കണക്കിന് മുട്ടകളാണ് അല്ലേ? എനിക്ക് ലക്ഷക്കണക്കിനാണ്. ഇതുണ്ട്, ഈ ഓരോ തരിക്കകത്ത് ഓരോരോ മീനുണ്ടാകണ്ട. ഇതാണ് മുട്ടയുടെ വലിയ മുട്ട പൊളിച്ചെടുത്തേക്കുന്നത്. കയ്യിൽ കണ്ടോ, ചെറിയ ചെറിയ മുത്ത് പോലെ. പുറമെ വലിയൊരു പാടയുണ്ടല്ലോ, അതങ്ങ് മാറ്റുന്നുള്ളൂ കേട്ടോ. എടുത്തു വെച്ചേക്കുന്ന മീനിൻ്റെ മുട്ട നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ പാടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്തേക്കുന്ന മുട്ട ഉണ്ടോ. കണ്ടോ, ചെറിയ ചെറിയ ഫുള്ള് ബബിൾസാണ്, ബോൾസ്. പിന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സവോള കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പം ഇത്ര സാധനം വേണം നമുക്ക് ഈ മുട്ട തോരൻ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതായത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുക്, കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാം കേട്ടോ. സവോള വേഗം മൂത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലോണം സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോള കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം മൂത്ത് തന്നെയുണ്ട്, നല്ലൊരു മണം തന്നെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സവോള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ടുണ്ടോ. കുരുമുളക് പൊടിയാണ് നമ്മളൊരു കുറച്ച് കൂടുതൽ ഇടുന്നത് ഇതിനകത്ത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂത്ത് വന്നോടം വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയുടെ പച്ചമണം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമാണ് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട ആഡ് ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഈ മുട്ട നന്നായിട്ട് വേഗണം കേട്ടോ. ഇതിൻ്റെ കൂടെ കിടന്ന് വെന്ത് നല്ല മുരിഞ്ഞ് കിട്ടും. ഉപ്പ ഉണ്ടാക്കുന്ന പോലെയാണ്.
റവയില് വെള്ളം ഒഴിച്ചപ്പോ അല്ലേ? നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് കഴിക്കണ്ടേ? കുറച്ചു നേരം അടച്ചു വെച്ച് കഴിക്കണം കേട്ടോ. ഇത് വേഗം തുടങ്ങിയിട്ട് കുറച്ചു നേരം കേട്ടോ, ഒരു 5 മിനിറ്റ് ആയുള്ളൂ അല്ലേ? 5 മിനിറ്റ് ആയുള്ളൂ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ശരിയും വേണം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ലൊരു എന്തുകൊണ്ട് പറയണേ, സാധാരണ നമ്മള് വീട്ടില് മുട്ടയൊക്കെ വറക്കുന്ന വേണം, മീൻ മുട്ടയൊക്കെ. നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ സാധനം ഇനി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ, ഇതിനകത്ത് കിടന്ന് തന്നെ. റവ പോലെ, ശരിക്കും റവ പോലെ അല്ലേ? റവ ഉപ്പുമാവ് പോലെ. നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഇനിയും കുറച്ച് നേരം കൂടെ വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാധനം വെന്തിട്ടുണ്ടല്ലേ? സാധനം വെന്ത് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റായാണ്. മൂടി വെക്കാതെ വേവിച്ചാൽ മതി അല്ലേ? അതൊന്ന് ഫ്രൈ ആയിട്ട് വേണം. നല്ല കിട്ടില്ല മണം. അമ്പൂരാണ്. നമ്മൾ മീൻമുട്ട ഉണ്ടാക്കി തുടങ്ങിയിട്ട് അവസാനം ഉപ്പുമാവായ പോലെ ഇതാണ് ഉണ്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒരു ഫ്ലേവറിന് വയ്ക്കട്ടോ. ഇങ്ങനെയൊക്കെ വെക്കാം. ഇനി നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നാൽ കേട്ടോ. ഇതെന്തോരം നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് അത് ഫ്രൈ ആയി ഒരു ടേസ്റ്റ് മാറും. ഈ മീൻമുട്ട നമുക്ക് അങ്ങനെ എപ്പോഴും സാധനം കിട്ടൂല. ഒരു സീസണിൽ ഈ സാധനം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് അത്രയും വലിയൊരു മുട്ട ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ നമുക്കൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. മുട്ടയുടെ കുറച്ചെടുത്തോളൂ. മുഴുവൻ വെച്ച് കഴിഞ്ഞാലും നമ്മൾ വേസ്റ്റ് ആവുന്നവർക്ക് കുറച്ച് വെച്ചോളൂ. അപ്പോൾ ഇത് നമ്മുടെ മുട്ടത്തോര അവസാന സ്റ്റെപ്പിലേക്ക് എത്തി കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ടത് നമ്മൾ മൊരിച്ച് ഈ ഒരു കളറായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു നല്ല ഡാർക്ക് കളറായിട്ടോ. നമുക്കിത് ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫ്ലേവർ വരാനായിട്ട് കുരുമുളക് പൊടി ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ട് എൻ്റെ പുറത്തോടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേന് ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായി പോകും. ഇനി നമ്മളിത് ഇളക്കിയിട്ട് ഇനി വാങ്ങും കേട്ടോ. ഇതിപ്പം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. സാധനം നന്നായിട്ട് കണ്ടോ ഫ്രൈ ആയി നല്ല കിടുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കി വാങ്ങിയെടുത്ത മീൻമുട്ട തോരനാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്നുകൂടി നോക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുരുമുളകിൻ്റെ ഒക്കെ ഭയങ്കര ഫ്ലേവർ. നമ്മൾ ലാസ്റ്റ് പത്രയില്ല, കുഴപ്പമില്ല. നമ്മൾ നല്ലൊരു മണമൊക്കെ. അതിൻ്റെ ടേസ്റ്റ് ഇപ്പം എന്താ പറയണം, നമ്മൾ കക്കയിറച്ചിയുടെ ഒക്കെ ഒരു ചെറിയൊരു മാച്ചായിട്ട് വരുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്നും അല്ല, ഇതിന് വേറെ ടേസ്റ്റാണ്. എന്തായാലും നല്ലൊരു കറി കേട്ടോ. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലേ മീൻമുട്ട. അത് നമുക്കിങ്ങനെ വലുത് ഒരെണ്ണം കിട്ടിയോണ്ടാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു തോരനാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോ.